ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ട് കാണും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പഴിക്കുക, ഇത് ദൈവമാണോ, ദൈവമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ, ദൈവത്തിന് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ച് ചിലപ്പം നമ്മുടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന ആളുകൾ കാണും. ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ദുരിതമായിരിക്കാം, ചിലപ്പോൾ വിഷമങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണമോ. ഇതൊക്കെ നമ്മൾ ഒത്തിരി വേദനിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ വരെ ചോദ്യം ചെയ്ത ആളുകളാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പ്രഭാതം നമ്മോട് പറയുകയാണ്, വചനം പറയുന്നത് ഇതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു, അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കും. കണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ പ്രിയമുള്ള, നമ്മുടെ പശ്ചാത്താപമാണ്. അതുകൊണ്ട് നുറുങ്ങിയ ഹൃദയർക്ക് ദൈവം സമീപസ്ഥമാണെന്ന് വചനം നമ്മോട്. പശ്ചാത്തപിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇതാ ദൈവം. അതുകൊണ്ടാണ് നമ്മുടെ ഒത്തിരി പാപങ്ങളെ ദൈവം അവഗണിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മൾ പശ്ചാത്താപം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഞാനൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വചനം പറയുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്കതിന് യാതൊരു യോഗ്യതയില്ലാന്ന് ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ പാപങ്ങളെ ദൈവം എന്തുമാത്രം ക്ഷമിച്ചിരിക്കുക, എത്രയോ പാപങ്ങളെ ദൈവം അവഗണിച്ചിരിക്കുക. കാരണം അത് ഓർക്കുമ്പോൾ എനിക്ക് പശ്ചാത്താപം ഉണ്ടാകും. എൻ്റെ ദൈവം എത്ര സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയമുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് ഏറ്റവും വലിയ. ദൈവത്തെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തള്ളിപ്പറയുകയോ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം എത്രയോ പാപങ്ങളെ അവഗണിച്ചിട്ടുണ്ട്, എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പശ്ചാത്താപമാണല്ലോ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്താപ ഹൃദയമുള്ളവരായി ഈ പ്രഭാതം മാറട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.